ഹലോ. നിന്റെ അതേ ഓണത്തിന് വേണ്ടേ കൂട്ടത്തോടെ ഹലോ പറഞ്ഞ കൂട്ടക്കരച്ചിലാവും. അപ്പോ വീക്കെൻഡ് ആയിട്ട് എന്റെ അമ്മ എന്നെ കാണുന്നുണ്ടോ? വീക്കെൻഡ് ആയിട്ട് നമ്മൾ ഇന്ന് എന്താണ് പരിപാടി? നമ്മൾ പോകുന്നത് അച്ഛനും അമ്മയ്ക്കും അടൽ സേതു ബ്രിഡ്ജ് അല്ലെ, ഇനി മുംബൈയിൽ വന്ന് എല്ലാവർക്കും കാണാനുള്ള അടുത്ത ബ്രിഡ്ജ്. നമ്മളെപ്പോഴും പണ്ട് ബാൻഡ്ര വേർലി സീ ലിങ്ക് കാണുന്ന പോലെ അടൽ സേതു സീ ലിങ്ക് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ മെറൈൻ ഡ്രൈവിലേക്ക് വളരെ അടുത്തെത്തും. എന്നിട്ട് നമ്മൾ മെറൈൻ ഡ്രൈവിൽ നിന്നും ഒരു ഫുഡ് കഴിക്കാം, അങ്ങനെ ഒന്ന് കറങ്ങാം. മെറൈൻ ഡ്രൈവ് അല്ല, സോറി, പോയിട്ട് അവിടെ പോയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ച് തിരിച്ച് പോരാനുള്ള പരിപാടിയാണ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചുമ്മാ അടൽ സേതു അടൽ സേതു നമുക്കൊന്നും കൂടെ കാണാം, നിങ്ങൾക്കൊന്നും കൂടെ കാണാം, ഇവർക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. അത്രേ ഉള്ളൂ. പണ്ട് നമ്മൾ അന്ന് പോയ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവിടെ നിൽക്കാനൊക്കെ പറ്റും. ഇപ്പൊ ഒന്നും പറ്റില്ല, ജസ്റ്റ് ചുമ്മാ പാലത്തിന്റെ മുകളിൽ കൂടെ പോവാ അല്ലെ. സ്വപ്പൊന്ന് ഡ്രൈവ് ചെയ്യുന്ന പറഞ്ഞിരുന്നല്ലോ അടൽ സേതുവില്. ഡ്രൈവ് ചെയ്യണോ? അപ്പൊ അതൊന്ന് സ്വപ്ന പരീക്ഷിക്കാം, അടൽ സേതുവിലൂടെ ഡ്രൈവ് ചെയ്യാന്നുള്ളത്. ഓക്കെ. പിന്നെ എന്താണ്, അച്ഛന്റെ പണ്ടത്തെ ഫോട്ടോ ഓർമ്മകളൊക്കെ അച്ഛനായ ഇറക്കാം അല്ലേ. അച്ഛൻ ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ CST ഏരിയയിൽ ഒരു ട്രിപ്പ് ഉറപ്പായി നടത്തും. CST വെറുതെ ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് റൗണ്ട് ചെയ്ത് തിരിച്ചു വരും. പഴയ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി അച്ഛന്റെ പണ്ടത്തെ ഹിന്ദുജ ഹോട്ടൽ, ഹിന്ദു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവര് പോയി. ഒരു 5 മണിക്ക് അവിടുന്ന് ഇറങ്ങിയിട്ട് റൗണ്ട് അടിച്ച് കൊളാബ് വഴി അങ്ങനെ നരിമാൻ പോയിന്റ്, മറൈൻ ഡ്രൈവ്, അങ്ങനെ ഫാഷൻ മാർക്കറ്റ് വഴി തിരിച്ചുകൂടെ ഒരു 7 മണിയാകുമ്പോഴേക്കും എത്തും. പണ്ട് മുംബൈയില് പണ്ടല്ല ഇപ്പോഴും എല്ലാവരും, പക്ഷെ പണ്ട് കുറച്ചും കൂടി ഒരു ഫീലാണത് CST ഏരിയയിലുള്ള ഒരു കറക്കം. ഇവര് കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു, ഞങ്ങളെ ഹോട്ടലിന്റെ ഉള്ളിൽ കയറി, പക്ഷെ അതിപ്പോ മെസ്സില്ല. പണ്ട് എപ്പോഴും ഫുഡ് കഴിച്ചിരുന്ന സ്ഥലമാണ്, ഭയങ്കര ചീപ്പല്ലേ, 50 രൂപയ്ക്ക്. അതെ 50 രൂപ നല്ല ഇലയൊക്കെ വെച്ചിട്ടാണ് കഴിക്കാനുള്ളത്. നമ്മളിതാ ഡീലക്സ് ഹോട്ടലിന്റെ മുന്നിലെത്തി. ഇപ്പൊ സമയം 3 മണിയായിട്ടോ, നല്ല ലേറ്റായി. എന്നാലും നമുക്കൊന്ന് പോയോക്കാം, വല്ലതൊക്കെ കിട്ടണാവോ നോക്കിയോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡീലക്സ് കേരള റെസ്റ്റോറൻറ്റ്. ഇത് നമ്മൾ മുന്നേയും വ്ളോഗ് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോർട്ട് ഏരിയയിൽ, മുംബൈയിലെ CST ഫോർട്ട് അവിടെ നിന്നൊക്കെ, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീലക്സ് കേരള റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ CSTയുടെ അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് എത്തിക്കുന്നതാണ്. ഇതൊരുപാട് വർഷം പഴക്കമുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു പ്രോപ്പർ കേരള റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മേനായിട്ട് ഇതുവരെ വന്നിട്ടില്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം മുന്നേ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞല്ലോ 3-3:30 ആയ കാരണം കുറച്ചൊന്ന് തിരക്ക് കുറവുണ്ടായി. ആ പുറത്തത്തെ ക്യൂ കുറവുണ്ട്, ഉള്ളിലൊക്കെ ഫുള്ളാണ്. വന്ന ഉടനെ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നു. നല്ല ടേസ്റ്റുള്ള സബ്ജ സീഡ്സ് ഒക്കെ ഇട്ടിട്ടുള്ള വെൽക്കം ഡ്രിങ്ക്. ഇവിടെ കേരള ഫുഡ് മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ഫുഡുകളും കിട്ടും. പക്ഷേ ഇവിടെ എല്ലാവരും അധിക പേരും വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേരള ഫുഡ് കഴിക്കാനാണ്. കണ്ടത്, ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ് എന്താണ് കഴിക്കാനുള്ളത്. എല്ലാം ഉണ്ട്, കേരള സദ്യ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ബിരിയാണിയോട് ഒരു ആഗ്രഹം, കൈമ റൈസിൻ്റെ നല്ല ബിരിയാണി അല്ലേ, അപ്പോൾ അതൊന്ന് കഴിക്കുന്നുണ്ട്. അതല്ലാതെ ഫിഷ് കറി മീൽസും ഉണ്ട്, സദ്യ ഉണ്ട്. രമേശേട്ടാ എന്താ സദ്യയാണോ കഴിക്കുന്നത്? ബിരിയാണി. അപ്പോൾ പോയപ്പോൾ എല്ലാവർക്കും ബിരിയാണി, വിത്തോന് മാത്രം പൊറോട്ടയും ചിക്കനും നോക്കുന്നുണ്ട്. അച്ഛന് സദ്യ കഴിച്ച് മടുത്തു, ബിരിയാണി കഴിക്കാൻ, തലശ്ശേരി ബിരിയാണി. എന്താ അറിയോ, ബിരിയാണിയുടെ മണവും വരുന്നുണ്ട്. അപ്പൊ ഫിഷ് റെസിപ്പീസ്, കംപ്ലീറ്റ് ഫിഷ്, കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ നമ്മൾ ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞ് അവസാനം നമ്മളൊരു ഇതിലെത്തി. അതായത് എല്ലാം ബിരിയാണി ആക്കണ്ട, നമുക്ക് കേരള സദ്യയും ബിരിയാണിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 സദ്യ ഓർഡർ ചെയ്തു, വെജ് സദ്യ. ഇവരുടെ സദ്യ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ സമയത്തൊക്കെ പ്രോപ്പർ സദ്യ, ഓണത്തിനൊക്കെ ഫുൾ ഉണ്ടാവും, എന്നും ഉണ്ടാവും. സൺഡേ സാറ്റർഡേ സ്പെഷ്യലാണ്, പായസം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രോപ്പർ സദ്യയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്നാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പർ സദ്യയൊക്കെ എന്നാന്നുള്ളതൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം ഞങ്ങൾ 2 ഇല രമേശേട്ടനും അമ്മയ്ക്കും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. മിത്തുക്കുട്ടിക്ക് പിന്നെ പൊറോട്ടയും ഇതുമാണ്. പക്ഷേ സദ്യയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല നാടൻ സദ്യ, വിഷുവിനക്കാർക്കെങ്കിലും വീട്ടിലുണ്ടാക്കാൻ മടിയാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ, ഫോർട്ടിലുള്ള ഡീലക്സ് ഹോട്ടലിലേക്ക്. എല്ലാം ഉണ്ട്, പൈനാപ്പിൾ ആൻഡ് മുന്തിരിങ്ങ കൂടിയിട്ടുള്ള പച്ചടി, കൂട്ടുകറി, അവിയൽ, പിന്നെ എന്താ കുറുമ പോലത്തെ അവിയലടിയുടെ
അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് അവിയല്. അപ്പം അച്ഛൻ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. അതെ, ഇതെന്താ കൂട്ടുകറിയാണോ? ഒരു സ്പെഷ്യൽ കൂട്ടുകറി. നല്ല നാടൻ സദ്യ, ഒരുവിധം എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ, എല്ലാം നല്ല ടേസ്റ്റാണ്. ഈ അച്ചാറിൻ്റെ കൂടെ ഒരു വെറൈറ്റി ഉപ്പുമാങ്ങ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കൂട്ടുകറി. അടിപൊളി. എല്ലാം കഴിഞ്ഞു സദ്യ. അത് കഴിഞ്ഞിട്ട് ഇനി ബിരിയാണി ഉണ്ട്. സദ്യ വന്നപ്പോ എല്ലാവർക്കും ചെറിയൊരു സൈഡ് വലി വന്നു. ഇതെന്താ? മോര് കറി, ചിക്കൻ ബിരിയാണി, നല്ല കൈമ റൈസിൽ അടിപൊളി. പിന്നെ അച്ഛനും ഫിഷ് ബിരിയാണി, അതും കൈമ റൈസിൽ വിത്ത് ഓൾവേസ് പൊറോട്ട ആൻഡ് ചിക്കൻ കറി. പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കരിമീൻ പൊള്ളിച്ചത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോറില്ലാതെ കഴിഞ്ഞു, ഇനി വെറുതെ കഴിക്കേണ്ടി വരും കരിമീൻ പൊള്ളിച്ചത്. സദ്യയുടെ സാധനങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും ചോറും അതും ഇതൊക്കെ കിട്ടും. പക്ഷേ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ അച്ഛനും അമ്മയും കൂടെ ഒരു ഫിഷ് ബിരിയാണി, എനിക്ക് ചിക്കൻ ബിരിയാണി അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കഴിച്ചു. കാരണം എനിക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് ഇങ്ങനെ ഉണ്ടാവും, അതിൽ കോഴിമുട്ട ഉണ്ടാവും, മുട്ട വേവിച്ചതുണ്ടാവും, അതേപോലെ തന്നെ ചിക്കൻ ഇങ്ങനെ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ എന്നിട്ടും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് ചിക്കനാണ്, അതല്ലാത്തതാണ് നമ്മുടെ ഏരിയയിൽ. പക്ഷേ മലബാർ ടേസ്റ്റ് തന്നെയായിരുന്നു ആ റൈസിൻ്റെയും എല്ലാത്തിൻ്റെയും. അതേപോലെ തന്നെയായിരുന്നു സദ്യ നമ്മുടെ ഏരിയയിലെ, അതായത് അവിയലായാലും എല്ലാതും നമ്മുടെ ഏരിയയിലത്തെ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അച്ഛനൊക്കെ കൂടുതൽ ഇഷ്ടമായി. എല്ലാവർക്കും സദ്യ ആണെങ്കിൽ പോലും പല ഏരിയയിലും പല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള അവിയലും കാര്യങ്ങളാവും നമുക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അച്ഛനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സദ്യയും കാര്യങ്ങളൊക്കെ, എല്ലാതും പച്ചടിയൊക്കെ നമ്മുടെ രീതിയിലായിരുന്നു. ഇത് പായസം, ബിരിയാണി, സദ്യ, അപ്പോൾ ബിരിയാണി ആയാലും സദ്യ ആയാലും എല്ലാം കഴിഞ്ഞ് പരിപ്രഥമനം കൂടെ കുടിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരു 2-3 ഗ്ലാസ് പരിപ്രഥമനം കുടിച്ചു കേട്ടോ. മിത്തുക്കുട്ടിക്കും നല്ല ഇഷ്ടമായി. മിത്തുക്കുട്ടി സദ്യ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എന്നും വീട്ടിൽ സദ്യയൊക്കെ കഴിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് സദ്യ ഒട്ടും കഴിച്ചില്ല. അവൾ പൊറോട്ടയും ചിക്കനുമാണ് കഴിച്ചത്. കാരണം പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ അവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അടിച്ച് മിന്നിച്ച് അയ്യോ എല്ലാവർക്കും വയറ് ഫുള്ളായിട്ടോ. ഞങ്ങൾ ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, സദ്യ, കരിമീൻ പൊള്ളിച്ചത്, പൊറോട്ട എല്ലാവരും കൂടി എല്ലാം കഴിച്ച് എന്താ പറയുക നടക്കുകയാണ്. ഇതിനറിയോ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. കാരണം അറിയാം, ഞാൻ എപ്പോഴും പറയണമല്ലോ, കൊളാബ എന്ന് പറയുന്നത് ഭയങ്കര ഈ ഒരു ഫോർട്ട് കൊളാബ, മെറൈൻ ഡ്രൈവ് ഒക്കെ നല്ല നല്ല ഫുഡ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് കഴിച്ച് നമ്മൾ അങ്ങോട്ട് പോവാം. ഇനി വിഷുവിന് പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സദ്യ കഴിക്കാൻ. വിഷുവിൻ്റെ അന്ന് മെയിനായിട്ട് സദ്യ മാത്രം. ഓണം വിഷുവിന് ഇവിടെ ഓണത്തിന് കംപ്ലീറ്റ് സദ്യ 1500 പേരൊക്കെ ഇവിടെ വന്ന് സദ്യ കഴിക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓണത്തിന് കംപ്ലീറ്റ് സദ്യ ആയിരിക്കും. വിഷുവിനും സദ്യ തന്നെ ഉണ്ടാവുള്ളൂ, കാര്യമായിട്ട് ഫിഷ് കറി ഉണ്ടാവും. അപ്പോൾ സദ്യ കഴിക്കേണ്ടവർക്ക് 1-2 പേരൊക്കെ ആണെങ്കിൽ വെറുതെ വീട്ടിൽ വെച്ചുണ്ടാക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. ഈ ഏരിയയിലുള്ളവർക്ക് പാഴ്സലുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ പറ്റിച്ച് ഞങ്ങളൊന്ന് വിഷുവിന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കാം അല്ലേ, സദ്യ ഒന്ന് കഴിക്കാമല്ലോ. നല്ല പായസം കേട്ടോ, സദ്യ അടിപൊളിയായിരുന്നു. വളരെ നമ്മുടെ അതെ നമ്മുടെ നാട്ടിലെ ഫുഡായതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് അടുത്ത സ്ഥലം അന്വേഷിച്ചുള്ള ഒരു നടപ്പാണ് കേട്ടോ. എവിടെ പോകണം, എന്ത് പോകണം എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ നമ്മളിതാ കൊളാബ ഇങ്ങനെ കറങ്ങുകയാണ്. കൊളാബ കോസ്വേയിലെത്തി. ഇവിടെ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഷോപ്പിംഗ്, കൊളാബ കോസ്വേ ഞാൻ ഒരുപാട് തവണ വ്ളോഗിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഷോപ്പിംഗ് സെൻറ്ററാണ്. നല്ല എന്താ പറയുക, ട്രെൻഡിങ് ഫാഷൻസ് ഒക്കെ ആദ്യം വരുന്ന സ്ഥലമാണ് അല്ലേ, അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത് താജ്മഹൽ പാലസിൻ്റെ മുന്നിലാണ്. വേറെ എവിടെയും കിട്ടിയില്ല. പേയൻ പാർക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന്, കാരണം നമുക്ക് കുറച്ച് നടക്കണം. എന്നാലാണ് നമ്മൾ ഒന്ന് ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നല്ല ട്രെൻഡി ഫാഷൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം
ആണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ ടീനേജ് കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകൾ, വെസ്റ്റേൺ വെയേഴ്സും ഒക്കെ, ഈവൻ ജ്വല്ലറീസും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് സാധനങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്ന് കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എവിടെ. ഇത് ആക്ച്വലി ക്രഫോർഡ് മാർക്കറ്റും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഒരു ഫാഷൻ സാധനങ്ങളും ട്രെൻഡി സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കൊളാബ കോസ്വേ എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജൊക്കെ കാണുന്നില്ലേ, അതിൻ്റെ ബാക്കിലൂടെ നടന്നു കഴിഞ്ഞാലുള്ള ആ ഒരു പ്ലേസ് തന്നെയാണ്. അവിടെയാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ CST സ്റ്റേഷൻ വഴിയാണ്, ട്രെയിൻ വഴിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കണ്ടിട്ടും ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ട്രെയിനിൽ തന്നെ പോകാം. അല്ലെങ്കിൽ ഹോട്ടൽ എവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാബ് വിളിച്ചിട്ട് പോകാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൊളാബ കോസ്വേ എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. പണ്ട് ഞാൻ ഒരുപാട് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് ഓരോന്നും നിന്ന് പറയാനുണ്ടല്ലോ, നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തിരക്കില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. നമുക്കിങ്ങനെ ഒന്ന് നിന്ന് സംസാരിക്കുക, അങ്ങനെയൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ. തിരക്കിലും പറ്റിയിട്ട് വേണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്ന് നോക്കിയെടുക്കാൻ. അതിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് സംസാരിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടും. അതായത് ചെരുപ്പ്, ജ്വല്ലറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ ജൂത്തീസ്, ചെരുപ്പുകളും, പിന്നെ നല്ല അടിപൊളി, എൻ്റെ പണ്ട് ഞാനൊരു ഷ്രഗൊക്കെ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വെസ്റ്റേൺ ഡ്രസ്സ്. അപ്പോൾ ഇതിപ്പോൾ നീ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്താ വെച്ചാൽ അധികം ഫോറിനേഴ്സ് ആയിരിക്കും ഇവിടെ ഷോപ്പ് ചെയ്യാൻ വരിക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റേറ്റ് കൂടുതൽ കാണും. കാരണം ഈ താജും അങ്ങനത്തെ ഹോട്ടൽസ് അല്ലേ ഫുൾ അവിടെ. അപ്പോൾ അവിടുന്ന് ഈ ഒരു കൊളാബ കോസ്വേക്കാണ് ആളുകൾക്ക്, ഫോറിനേഴ്സിന് ഷോപ്പിംഗ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡുള്ള സാധനങ്ങളും ആയിരിക്കും അവിടെ കേട്ടോ. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ജിങ് ജാങ് അങ്ങനത്തെ ആവില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊരു ക്ലാസി സാധനങ്ങളായിരിക്കും. എന്നാൽ ഇതൊക്കെ ക്രഫോർഡ് മാർക്കറ്റിലും കിട്ടും. പക്ഷേ അതിനേക്കാൾ ഒരു ചെറിയ പൊട്ടിക്കൊരു എക്സ്പെൻസീവ് ആവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര എക്സ്പെൻസീവ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വന്ന് നോക്കണം. നല്ല വെസ്റ്റേൺ ടോപ്സ്, വെസ്റ്റേൺ ഉടുപ്പുകൾ ഒക്കെ നമ്മൾ എവിടെയും കാണാത്ത രീതിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേ പേരൊക്കെ, കുറേ ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയാലും വ്ളോഗേഴ്സ് ആയാലും ഒക്കെ മുംബൈയിൽ വന്നിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലമൊന്നും കാണിക്കാതെ അവിടെയും ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഈവൻ ഫുഡാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, അയ്യോ ഫുഡൊക്കെ തല്ലിപ്പൊളിയാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും, അപ്പം മുംബൈനെ പറ്റി സാധാരണ ആളുകളുടെ ഒരു വിചാരം എന്ന് പറയുന്നത് അയ്യേ ഇവിടെ എത്ര കച്ചറയാണോ, നല്ലതല്ല എന്നാണ്. പക്ഷെ അല്ല, മുംബൈ ബെസ്റ്റാണ്. എന്താ പറയുക, അത്രയും നല്ല റെസ്റ്റോറൻറ്റ്സും അത്രയും അടിപൊളി സാധനങ്ങളും ഷോപ്പിങ്ങും ഒക്കെയുള്ള പ്ലേസാണ്. പക്ഷേ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തെപ്പറ്റി ഒരു ബോധവുമില്ലാതെ ഓടി വന്ന് വരുന്നവർക്കാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റുക. അതിപ്പോൾ നമ്മൾ പുറമെ പോവുകയാണെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചൊന്ന് പഠിച്ച് എവിടെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇത് കിട്ടുക, അതുപോലെ തന്നെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്സ് എവിടെയാണ്, അങ്ങനെയാണല്ലോ ഒരു ട്രാവലർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയുള്ളൂ. അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും മുംബൈയിൽ വന്നാൽ എവിടെയൊക്കെ കറങ്ങണം എന്നൊക്കെ ഒരുപാട് വ്ളോഗുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്ഥലമാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കൊളാബ കോസ്വേ എന്ന് പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ താജിൻ്റെ അവിടെ പോയിട്ട് ഒന്നിങ്ങോട്ട് ബാക്കിലേക്ക് വന്നാൽ ഈ കൊളാബ കോസ്വേയും അവിടെ അങ്ങോട്ട് റെസ്റ്റോറൻറ്റ്സിൻ്റെ കളിയാണ്. ഇനിയിപ്പോൾ അത്രയും സ്ട്രീറ്റിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ ചീപ്പായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അയ്യേ എന്നൊക്കെ തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഫുൾ ഫോറിനേഴ്സ് താമസിക്കുന്ന ഏരിയയാണ് ആ സ്ഥലം. അപ്പോൾ അവിടെ അത്രയും ക്ലാസ് ഫുഡുകളും സാധനങ്ങളും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ലിയോപോൾ കഫേ എന്ന് പറഞ്ഞിട്ട്, അത് ഫേമസ് ആയിട്ടുള്ള 1870s തുടങ്ങിയിട്ടുള്ള ഇറാനി കഫേയാണ്. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്നിരിക്കുന്ന ഒരു കഫേയാണ്. പക്ഷേ ഇപ്പം നമ്മളൊക്കെ എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കഫേ. ഇവിടെ കൂടുതൽ ഡ്രിങ്ക്സാണ്. മുകളിലത്തെ സെക്ഷനിൽ ആൽക്കഹോൾസ്, ബിയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അതല്ലാതെ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ്, ഇപ്പോൾ ഞാൻ പറയാം ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെയും ഡിസേർട്ട്സും. ഞങ്ങൾ ഡിസേർട്ട് കഴിക്കാനാണ് കേട്ടോ വന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഫുഡ് അവിടെ നിന്ന് കഴിച്ചതല്ലേ. അപ്പോൾ ആപ്പിൾ പൈ ആയാലും ചീസ് കേക്ക് ആയാലും എല്ലാം കിടു ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ വേറെയും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഡൽഹി ദർബാർ എന്ന് പറയുന്ന നല്ല പ്രോപ്പർ മുഗൾ ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ നല്ല കീമാപ്പാവൊക്കെ കിട്ടുന്ന ഒരു അലി റെസ്റ്റോറൻറ്റ്. അങ്ങനെ
ഈ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ എന്നാലും നല്ല അടിപൊളി. ഇനിയിപ്പോൾ നോർമലായിട്ട് കഴിക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. അതിന് ശേഷം നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിതാ താജിലേക്ക് അവിടെ ഗേറ്റ് വേയുടെ അവിടെ തന്നെ വന്നു. ഇതൊരു വല്ലാത്ത വൈബാണല്ലേ. ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഗേറ്റ് വേ ഒക്കെ കാണാൻ വരുന്നവർക്കുണ്ടല്ലോ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബോട്ട് റൈഡ് ഉണ്ട്, പിന്നെ യാട്ടില്ലേ അതിൽ നമുക്ക് പോവാം. അങ്ങനെ കുറേ നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ വെറുതെ ഗേറ്റ് വേ കണ്ടിട്ട് ഇങ്ങനെ പോരണം എന്നില്ല, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. കടലിൽ കൂടെ പോവുക, പിന്നെ കടലിൽ കൂടെ പോയി കഴിഞ്ഞാൽ എലിഫൻറ്റ കേവ്സ് കാണാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതാവും. അങ്ങനെ ഞങ്ങൾ ഒരുവിധം കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം വന്നാലും പോകുന്നത്, പക്ഷേ എന്നാലും ഞങ്ങൾക്കൊന്നും മടുക്കാത്ത സ്ഥലമാണ് കേട്ടോ. ഇതാണ് അച്ഛൻ്റെ നാഷണൽ ഹിന്ദു ലോഡ്ജ് ഉണ്ടായിരുന്നത്. പണ്ട് അച്ഛൻ ഷിപ്പിലായിരുന്ന സമയത്ത് മുംബൈയിലാണല്ലോ എപ്പോഴും ഷിപ്പുകാർക്ക് വരേണ്ട ഒരു ആവശ്യം വരിക. അപ്പോൾ അവിടെ എപ്പോഴും അച്ഛൻ നിന്നിരുന്ന ഒരു ലോഡ്ജും അതുപോലെ ഫുഡൊക്കെ കഴിച്ചിരുന്ന ഒരു സ്ഥലമാണ് നാഷണൽ ഹിന്ദു. അപ്പോൾ അവിടെ അച്ഛന് ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിതാ വീണ്ടും അടൽ സേതു ബ്രിഡ്ജിലൂടെ തന്നെ വീട്ടിലേക്ക് പോയി. കാരണം നമ്മുടെ അവിടെ നിന്ന് ഈ ഒരു ലിങ്ക് ഇത് വന്നുകൊണ്ടേ വളരെ പെട്ടെന്ന് 20-25 മിനിറ്റ്സിലെത്തും. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. സ്ഥലങ്ങളൊക്കെ കണ്ടത് കുറച്ച് ഉപകാരമായി. ആർക്കെങ്കിലും മുമ്പേ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.